എൻ്റെ മൊബൈലിലെ സെറ്റിങ്സിൻ്റെ ഭാഗം കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് ഓപ്പൺ ആകുന്നത്. ഇനി ഇവിടെ കാൽക്കുലേറ്ററിൻ്റെ ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കാണ് ഓപ്പൺ ആകുന്നത്. ഇനി അതിൻ്റെ അപ്പുറം ക്യാമറയുടെ ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബാണ് ഓപ്പൺ ആകുന്നത്. ഇതുപോലെ നമ്മുടെ മൊബൈലിലും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ഒരു സെറ്റിങ്സ് നമ്മുടെ മൊബൈലിലില്ല. ഇതിനായിട്ട് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻ്റെ ലോഗോവും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പേരും എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കണ്ടിന്യൂ എന്ന് കാണിക്കും. ആ കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിലെ ഇൻ്റർനെറ്റ് നിങ്ങൾ ഓഫ് ചെയ്തിടുക. കാരണം ഇതൊരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത ഉടനെ തന്നെ നിങ്ങളുടെ എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അതല്ല എങ്കിൽ ഇവിടെ തന്നെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാട്സാപ്പും എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഇവിടെ ഫേസ്ബുക്ക് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഫേസ്ബുക്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫേസ്ബുക്കിൻ്റെ ലോഗോ മാറ്റാം, ഇവിടെ പേര് മാറ്റാം. ഇഷ്ടംപോലെ ലോഗോ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം സെലക്ട് ചെയ്യാണ്. ഫേസ്ബുക്കിൻ്റെ ലോഗോ മാറിയിട്ട് ആ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം വന്നിട്ടുണ്ട്. ഇവിടെ പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് പേര് വേണ്ടത് അത് ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ സെറ്റിങ്സ് എന്ന് തന്നെയാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, സെറ്റിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പേരും ലോഗോവും മാറിയിട്ടുണ്ട്. ഇവിടെ ഓക്കെ കൊടുക്കുക. കുറച്ചേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അത് ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ അത് വന്നിട്ടുണ്ട്. ഇവിടെ ആഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോം സ്ക്രീനിൽ ആഡ് ആകും. ഇനി മറ്റൊരു ഐക്കണും കൂടി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചേഞ്ച് നെക്സ്റ്റ് ഐക്കൺ എന്ന ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നിന്നും ഞാൻ കുറച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ പേര് മാറ്റാം, ലോഗോ മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ക്യാമറയുടെ ഐക്കൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്യാമറ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അത് ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, 100% ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഐക്കണും അതുപോലെ തന്നെ പേരും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ജസ്റ്റ് നിങ്ങൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ ബാക്ക് വരികയാണ്. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ അത് ആഡ് ആയിട്ടുണ്ടാകും. കണ്ടോ, ആ രണ്ട് ആപ്ലിക്കേഷനും ഇവിടെ വന്നിട്ടുണ്ട്, സെറ്റിങ്സും അതുപോലെ തന്നെ ക്യാമറയും. ഇത് ശരിക്കും സെറ്റിങ്സ് അല്ല, ക്യാമറയും അല്ല. ഓക്കെ, ക്യാമറ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാമാണ് ഓപ്പൺ ആകുക. അതാ കണ്ടോ, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് വന്നിട്ട് സെറ്റിങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കാണ് ഓപ്പൺ ആകുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് പേരും അതുപോലെ തന്നെ അതിൻ്റെ ലോഗോവും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻ്റെ ലോഗോവും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പേരും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.